ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷമായിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ഈ ദിവസങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് കൊയ്ത്തിൻ്റെ സന്ദേശങ്ങളാണ്. മന്ത് ഓഫ് ഹാർവസ്റ്റ് എന്ന് വെച്ചാൽ കൊയ്ത്തിൻ്റെ മാസം എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ കേൾക്കുന്ന മെസ്സേജുകൾ എൻ്റെ ജീവിതത്തിൻ്റെ കൊയ്ത്തുകളാണെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഓരോ സന്ദേശത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ചില കൊയ്ത്തുകൾ മറഞ്ഞിരിക്കുന്നുണ്ട്. ആ കൊയ്ത്ത് ഞാനാണെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു കൊയ്ത്താണ്. ഞാൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. ഞാൻ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ വ്യക്താവാണ് എന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, അതിൽ ചില വാക്യങ്ങൾ മാത്രം വായിച്ച് നമുക്ക് അതിൽ നിന്ന് ധ്യാനിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമമനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രമുണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. ആമേൻ. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. ഏറ്റവും സുപരിചിതമായ വാക്യമാണ്. ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ചില കൊയ്ത്തുകളുണ്ട്. അത് എപ്പോഴും മറഞ്ഞിരിക്കുന്നതാണ്. ആ മറഞ്ഞിരിക്കുന്ന ചില കൊയ്ത്തുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവ്യമാകണമെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് നടക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ഇത് കാനാവിൽ ഒരു കല്യാണ വീട്ടിൽ അവൻ യേശുവും തൻ്റെ ശിഷ്യന്മാരും മാതാവും ഉണ്ടായിരുന്നു. ഇവരെ ക്ഷണിച്ചിരുന്നു. ഇവർ അവിടെ കടന്നു പോകുമ്പോൾ അവൻ അവിടെ എന്ത് സംഭവിച്ചു? വീഞ്ഞ് തീർന്നു പോയി. ആ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, വീഞ്ഞ് തീർന്നു പോയെന്ന് പറഞ്ഞപ്പോൾ, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിനെന്ന് പറഞ്ഞു. യേശു അത് കണ്ടിട്ട് അവൻ യേശുവിൻ്റെ നാമത്തിൽ ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ കിടന്ന 6 കൽപാത്രങ്ങൾ വക്കോളം വെള്ളം കോരി നിറപ്പാൻ അവൻ ശിഷ്യന്മാരോടും ശുശ്രൂഷക്കാരോടും പറഞ്ഞു. അവരത് വക്കോളം നിറച്ചു. ആ വിരുന്നുവാഴിയുടെ ഭവനത്തിനകത്ത് അത് മുഴുവനും വിളമ്പുവാൻ ഇടയായിത്തീർന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ നന്മകൾ എവിടെയൊക്കെയാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്, എവിടെയൊക്കെയാണ് മറയപ്പെട്ടിരിക്കുന്നത് എന്നത് ആശ്രയിച്ചായിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തികളും വെളിപ്പെടുന്നത്. ഈ ദിവസങ്ങളിൽ നാം കേൾക്കുന്ന ദൈവവചനം അത് ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരുന്നുവെങ്കിൽ അവിടെ ദൈവം സന്തോഷിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇതാ ആർക്കും വേണ്ടാതെ കിടന്ന 6 കൽപാത്രം നിറച്ച് അതിനകത്ത് നിന്നും അവൻ ഏറ്റവും എളുപ്പമേറിയതും ഏറ്റവും രുചികരമായ വീഞ്ഞു കൊടുത്ത് ആ കുടുംബത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ചില കൊയ്ത്തുകൾ നമ്മളെ തേടിയിരിക്കുന്നു. ആ കൊയ്ത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. ആർക്കും വേണ്ടാതെ കിടക്കുന്നവരാണോ? പുറംപറമ്പിൽ കിടക്കുന്നവരാണോ? കാവ് പിടിച്ച് കിടക്കുന്നവരാണോ? മൂർച്ചയില്ലാത്ത ആയുധമാണോ? ദൈവത്തിന് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ആർക്കും വേണ്ടാത്തതിനെയാണ് ദൈവം ഈ ബൈബിളിൽ പ്രയോജനപ്പെടുത്തിയത്. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവർ, എല്ലാവരും തിരസ്കരിക്കപ്പെട്ടവരെയാണ് ദൈവത്തിന് ആവശ്യം. ഈ ദിവസങ്ങൾ ദൈവത്തിനും ദൈവവചനത്തിനും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഉള്ള ഒരു സമയത്തെ നാം വേർതിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഈ ദിവസങ്ങൾ ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ കിടന്ന 6 കൽപാത്രത്തിനകത്ത് വെള്ളം നിറച്ച് ആ ഭവനത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തി അവിടെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹത്തെ ചൊരിയുവാൻ ദൈവപുത്രന് കഴിഞ്ഞുവെങ്കിൽ അതിനേക്കാൾ മേൽത്തരമായി നമ്മെ കൊണ്ട് ദൈവത്തിന് അത്ഭുതകരമായി പല കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്. അതിനായിട്ട് ഈ പകൽക്കാലം നിങ്ങളെ ഒരുക്കുവാൻ ദൈവത്താൽ പ്രബോധിപ്പിച്ചുകൊണ്ട്, വചനത്താൽ പ്രബോധിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. God bless you. Jesus loves you. God bless you.